അവിടെ നമ്മളെ തളർത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല കേട്ടോ. ഒരു വലിയ ഉണർവ് നമ്മളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുവാനാണ് ദൈവം ചില കഷ്ടതകൾ നമുക്ക് തരുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇരിക്കുവായിരുന്ന ദൈവം നമ്മളെ ഒന്ന് കിടത്തുക. കാരണം നീ കിടന്നൊന്ന് പ്രാർത്ഥിക്ക്, നിന്നെ എനിക്കൊന്ന് കത്തിക്കണം. ഈ ദിവസങ്ങളിൽ യഥാർത്ഥ ഉണർവ് വ്യാപരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? യഥാർത്ഥ ഉണർവ് വെയിൽസിൽ വ്യാപരിച്ചപ്പോൾ വെയിൽസിൻ്റെ കള്ള് ഷാപ്പിൽ കള്ളു കുടിക്കാൻ വന്നവൻ കള്ളു കുടിക്കാതിരുന്ന് മുട്ടുമടക്കി. യഥാർത്ഥ ഉണർവ് വെയിൽസിൽ വ്യാപരിച്ചപ്പോൾ അവിടുത്തെ കടകളിൽ സാധനം മേടിക്കുവാൻ പോയവൻ അവിടെ മുട്ടുമടക്കുകയാണ്. യഥാർത്ഥ ഉണർവ് വ്യാപരിച്ചപ്പോൾ പട്ടണത്തിലും നഗരത്തിലും വീഥികളിലും അറിയാതെ ഹല്ലേലൂയയുടെ ശബ്ദം ഉയരുകയാണ്. അതുമാത്രമല്ല, ഈ വെയിൽസിലെ ഉണർവ് റിപ്പോർട്ട് ചെയ്യുവാൻ അനേക മാധ്യമപ്രവർത്തകർ വന്നു. മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ ഇതാ ആ ഉണർവിൻ്റെ കാരണഭൂതനായ ഇവാൻസ് ഒരു വലിയ പത്രപ്പേപ്പർ ഇട്ട് തൻ്റെ മുഖം മറയ്ക്കുക. എന്നിട്ട് പറയുക, നിങ്ങൾ ഉണർവിൻ്റെ ഉപജ്ഞാതാവിനെ ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഈ ഉണർവ് സൃഷ്ടിച്ചത് ഞാനല്ല, ഈ ഉണർവ് സൃഷ്ടിച്ചത് മനുഷ്യരല്ല, ഈ ഉണർവ് സൃഷ്ടിച്ച ദൈവമായതുകൊണ്ട് ഇതിന് ഒരു അഡ്രസ്സ് പറയുവാൻ ആരുമില്ല. അതാണ് റിയൽ ഉണർവ്. റിയൽ ഉണർവ് വ്യാപരിക്കുമ്പോൾ ദേശം ഇളകും. നമ്മളൊന്നും പുറകെ പോകേണ്ട കാര്യമില്ല, നമ്മൾ അവിടെ ഇരുന്നാൽ മതി, നമ്മളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെ ഉണർത്താൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ ഭവനത്തെ ഉണർത്താൻ പോവുക. ദൈവം നിങ്ങളുടെ ദേശത്തെ ഉണർത്താൻ പോവുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ വഴികൾ തുറക്കാൻ പോവുക.